മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ മൗലിക ഘടകമാണ് നമ്മുടെ ശരീരകോശം അഥവാ ഹ്യൂമൻ സെൽസ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഏകദേശം 100 ട്രില്യൺ സെൽസ് ഉണ്ട്. ഈ 100 സില്യൺ എന്ന് പറയുന്നത് കോടാനുകോടി എന്നല്ലാതെ അത് മലയാളത്തിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഓരോ സെല്ലുകൾക്കും ഉള്ളിൽ നമുക്ക് ഓരോരുത്തർക്കുമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പുസ്തകം അല്ലെങ്കിൽ ഒരു ഓണേഴ്സ് മാനുവൽ വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് DNA മോളിക്യൂൾസ് ഉപയോഗിച്ചുള്ള ലിപികൾ മൂലമാണ്. അതിസൂക്ഷ്മദർശനികളിലൂടെ നോക്കിയാൽ ഈ DNA ആകൃതി നമ്മുടെ കയറ് കൊണ്ടുണ്ടാക്കിയ ഒരു ലാഡർ അല്പം പിരിച്ചു പിടിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അപ്രകാരമാണ്. ഈ ലാഡറിൻ്റെ സ്റ്റെപ്സിൻ്റെ വ്യതിയാനമനുസരിച്ച് ഏകദേശം 4 അക്ഷരങ്ങൾ, 4 ആൽഫബറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരം, മലയാളത്തിൽ 56 അക്ഷരം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷയിൽ 4 ആൽഫബറ്റ്സാണ് ഉള്ളത്. അക്ഷരങ്ങൾ യഥാസ്ഥാനങ്ങളിൽ വയ്ക്കുമ്പോഴാണല്ലോ വാക്കുകൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് കേരള എന്നെഴുതുന്നതിന് കെ ആദ്യം, ഈ രണ്ടാമത്, ആർ മൂന്നാമത് എന്നിങ്ങനെ സീക്വൻസിൽ എഴുതുമ്പോഴാണ് കേരള ആകുന്നതും അത് നമ്മുടെ ജന്മസ്ഥലത്തിൻ്റെ പേരാകുന്നതും. എന്നാൽ ഈ അക്ഷരങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമാക്കിയാൽ മറ്റു വാക്കുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കേരള തിരിച്ചെഴുതിയാൽ അലാറിക്കെന്ന് വായിക്കും. അതുപോലെ DNA സംഘങ്ങൾ ചേർന്നിട്ടുണ്ടായ വാക്കുകൾ അവിടുത്തെ ലിപികൾ മാറ്റി എഴുതിയാൽ ലക്ഷോപലക്ഷം വാക്കുകൾ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോ സെൽസിനകത്തും 6 ബില്യൺ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം ചമച്ചിരിക്കുന്നത്. ഈ 6 ബില്യൺ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സെൽസിനകത്ത്, ഓരോ സെൽസിനകത്തും എഴുതി വച്ചിരിക്കുന്ന പുസ്തകം ഒരാളിരുന്ന് പത്രം വായിക്കുന്ന സ്പീഡിൽ വായിച്ചാൽ അത് വായിച്ച് തീരാൻ വേണ്ടി, അത് വായിക്കുന്നത് ഒരിക്കലും അവിടുന്ന് എഴുന്നേക്കാതെ, ഭക്ഷണം കഴിക്കാൻ പോകാതെ, മൂത്രമൊഴിക്കാൻ പോകാതെ, ഉറങ്ങാൻ പോകാതെ ഒരുമിച്ചിരുന്ന് വായിച്ചാൽ 32 വർഷം എടുക്കും ഒരു സെൽസിനകത്ത് എഴുതി വച്ചിരിക്കുന്ന പുസ്തകം വായിച്ചു തീരാൻ. ഈ പുസ്തകത്തിനകത്ത് നമ്മുടെ നിറം, വർണ്ണം, നീളം, നമ്മുടെ ഉണ്ടാകാൻ ഉള്ള രോഗങ്ങളുടെ സാധ്യത, അതിനുള്ള പ്രതിരോധ ശക്തി, നമ്മുടെ മാനസിക ഘടന, നമ്മുടെ പേഴ്സണാലിറ്റി, ഇവയെക്കുറിച്ചെല്ലാം മുൻകൂർ ഈ സെൽസിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിനെയാണ് ഹ്യൂമൻ ജീനോം എന്ന് വിളിക്കുന്നത്. ഈ ജീനോമിൽ പകുതി നമുക്ക് നമ്മുടെ അച്ഛനിൽ നിന്നും മറ്റേ പകുതി നമ്മുടെ അമ്മയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. DNA അക്ഷരങ്ങൾ ചേർന്ന് വാക്യങ്ങളാകുമ്പോഴാണ് ജീൻസ് ഉണ്ടാകുന്നത്. ഓരോരുത്തരുടെയും ഓരോ സെല്ലിലും ഏകദേശം 25,000 ജീൻസ് ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ജീൻസുകൾ നമ്മളുടെ സെല്ലിനകത്തുള്ള 23 ക്രോമസോമുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ജീൻസും ബാഹ്യ സാഹചര്യവും, അതായത് എൻവയൺമെൻറ്റും ചേർന്നാണ് നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് BRCA1, BRCA2 എന്ന 2 ജീനുകൾ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകും എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ജീൻസ് ഉള്ള വ്യക്തികൾ പുകവലിക്കുകയും അമിതമായി മദ്യപിക്കുകയും വണ്ണം വയ്ക്കുകയും എക്സസൈസ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്നു. ഒരു ഹ്യൂമൻ സെൽസിലെ ജീനോംസ് 6 ബില്യൺ വരുന്ന DNA അക്ഷരങ്ങളെല്ലാം പൂർണ്ണമായി സീക്വൻസ് ചെയ്തത് 2001 ആണ്, അതായത് 7 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇന്നും ജീൻസും രോഗങ്ങളും തമ്മിൽ പരസ്പരം ബന്ധിച്ചുള്ള പഠനം വെറും പ്രാരംഭ ദശയിൽ മാത്രമാണ്.
ഏത് ജീൻസ് ആണ് ഏത് രോഗത്തിന് കാരണമാകുന്നത് എന്ന് പൂർണ്ണമായി അറിയാവുന്ന സിസ്റ്റിക് ഫൈബ്രോസ് പോലെയുള്ള വളരെ കൈവിരലിൽ എണ്ണാവുന്ന രോഗങ്ങൾ മാത്രമേ ഇന്ന് നമുക്കുള്ളൂ. എന്നാൽ വരുന്ന കാലങ്ങളിൽ ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, സ്കിസോഫ്രീനിയ, മറ്റു മാനസിക രോഗങ്ങൾ ഇവയ്ക്കെല്ലാം കാരണമായ ജീൻസിനെ കണ്ടുപിടിക്കാൻ സാധ്യമാകുമെന്നും അതുമൂലം ചികിത്സ കൂടുതൽ എളുപ്പകരമായി തീരുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇതിനൊരു പ്രതിബന്ധത ഒരു മനുഷ്യൻ്റെ ജീനോം മുഴുവന് സീക്വൻസ് ചെയ്യുന്നതിലുള്ള ചെലവാണ്. 2003 ആദ്യമായി ഒരു മനുഷ്യൻ്റെ ജീനോം മുഴുവൻ സീക്വൻസ് ചെയ്യുന്നതിന് വന്ന ചെലവ് $300 മില്യൺ ആയിരുന്നു. 2007 അത് $1 മില്യൺ കുറഞ്ഞിട്ടുണ്ട്. 2008 വീണ്ടും അത് ഇപ്പോൾ $60,000 ചിലവിലെത്തിയിരിക്കുകയാണ്. 2010 ആകുമ്പോഴേക്കും ഒരുത്തൻ്റെ ജീൻ സീക്വൻസ് ചെയ്യുന്നതിനുള്ള ചിലവ് ഏകദേശം $5,000 എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ വരും കാലങ്ങളിൽ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പരിശോധിക്കാൻ നിങ്ങളുടെ ഡോക്ടർ കുറിച്ച് തരുന്നത് പോലെ നിങ്ങളുടെ ജീനവും മുഴുവൻ പരിശോധിക്കാൻ നിങ്ങളുടെ ഡോക്ടർ കുറിച്ച് തന്നിരിക്കും. DNA ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള സെൽസിലെ ജീനോം, ഈ പുസ്തകത്തെപ്പറ്റി അമേരിക്കയിലെ ജീനോം പഠനത്തിൻ്റെ സാരഥിയായിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് കോളിൻ ചിക്കാഗോ മെഡിക്കൽ സൊസൈറ്റിയുടെ ഒരു ശാസ്ത്രീയ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ജീനോം ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ് ടു മാൻ. വിശ്വാസികൾ വളരെ ചുരുക്കം മാത്രമുണ്ടായിരുന്ന ഭിഷഗ്വരന്മാരുടെ ഒരു സമ്മേളനത്തിൽ നമ്മുടെ തലമുറയിലെ ഏറ്റവും പ്രഗത്ഭനായ ആ ഭിഷഗ്വരൻ പറഞ്ഞത് ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യേകമായി രചിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭാഷയാണ് ഹ്യൂമൻ ജീനോമെന്ന്. എന്നാൽ ഒരു കാര്യം കൂടി, ഓരോരുത്തർക്കും വ്യത്യസ്തമായി ജീനോമിൻ്റെ ഒരു പുസ്തകം നമ്മളുടെ കോശങ്ങൾക്ക് ഉള്ളിൽ വച്ചിട്ടുണ്ടെങ്കിലും അതിലെ കണ്ടൻസ് 99% എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജോർജ് ബുഷിൻ്റെയും ബാറക് ഒബാമയുടെയും മൻമോഹൻ സിംഗിൻ്റെയും ജീനോം 99% ഒരുപോലെയാണെന്ന്. ആ 1% കാണുന്ന വ്യത്യാസം കൊണ്ട് മാത്രമാണ് നമ്മളുടെ സ്വഭാവത്തിലും ആരോഗ്യത്തിലും രോഗമുണ്ടാകുന്നതിലും നമ്മുടെ പേഴ്സണാലിറ്റിയിലും എല്ലാം വ്യത്യസ്തതയുണ്ടാകും. വരും കാലങ്ങളിൽ വളരെ തുച്ഛമായ ചിലവിൽ DNA ഡീകോഡ് ചെയ്യുവാനായി സാധിക്കുമെന്ന് കരുതുക. വീണ്ടും ഒരു പ്രശ്നം അവശേഷിക്കുന്നു. അനേകായിരം ആളുകളെ അവരുടെ ജീനോം മുഴുവൻ പരിശോധിച്ച് താരതമ്യ പഠനം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന ജീൻ ഇന്ന രോഗത്തിന് കാരണമാകുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നാം ഓരോരുത്തരുടെയും ഈ ജീനോം പുസ്തകമുണ്ടല്ലോ, നമ്മുടെ ഏറ്റവും പ്രൈവറ്റായിട്ടുള്ള വളരെ പേഴ്സണലായിട്ടുള്ള ഒരു പേടകമാണ്. അത് നമ്മുടെ സമ്മതം കൂടാതെ പരസ്യപ്പെടുത്തി താരതമ്യപ്പെടുത്തും പഠനം നടത്താൻ ഡോക്ടർമാർക്ക് സാധ്യമല്ല. ഇതിനൊരു പരിഹാരം ഈ അടുത്ത കാലത്ത് ഹാർവർഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ അടുത്ത കാലത്ത് പരീക്ഷിക്കുകയുണ്ടായി. തങ്ങളുടെ ജീനോം പരസ്യമാക്കുവാൻ സമ്മതിക്കുന്നവരുടെ DNA സൗജന്യമായി ഡീകോഡ് ചെയ്തു കൊടുക്കും. അതിനു പകരം അവരുടെ പടവും അവരെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും മെഡിക്കൽ ഹിസ്റ്ററി ഉൾപ്പെടെ അവരുടെ DNAയോടൊപ്പം ഇൻ്റർനെറ്റിൽ പരസ്യപ്പെടുത്തും. ലോകമെമ്പാടുമുള്ള ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഇത് കണ്ട് നിരീക്ഷണ പഠനം നടത്തുവാനായിട്ട് സാധിക്കും. DNA ആദ്യമായി കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് നേടിയ ഡോക്ടർ ജെയിംസ് വാട്സൺ ഉൾപ്പെടെ അനേകം പേര് ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു 10,000 പേരുടെയെങ്കിലും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ജീനോം പരിശോധിച്ച് അത് പരസ്യമാക്കി ഇൻ്റർനെറ്റിലിടാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മറ്റൊരു ചോദ്യം, തങ്ങൾക്ക് 85-ാമത്തെ വയസ്സിൽ ആൽഷൈമേഴ്സോ പാർക്കിൻസോ ഡിസീസോ ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇപ്പോൾ ജനിച്ച ശിശുവിന് 50 വയസ്സാകുമ്പോൾ പ്രമേഹം